ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. വാത്മീകി മഹർഷിയുടെ ആശ്രമത്തിൽ സീതാദേവിയുടെ സംരക്ഷണത്തിൽ വന്ന ലവനും കുശനും ഇപ്പോൾ ബാലന്മാരല്ല. വേദങ്ങളും ശാസ്ത്രങ്ങളും അവരഭ്യസിച്ചു. ധനുർവിദ്യയിൽ പ്രാവീണ്യം നേടി ഗുരുവായ വാൽമീകിയിൽ നിന്നവർ രാമായണ കഥയും പഠിച്ചു. എന്നാൽ ആ രാമായണം തങ്ങളുടെ സ്വന്തം പിതാവിൻ്റെ കഥയാണെന്ന് അവർക്കിപ്പോഴും അറിയില്ലായിരുന്നു. അവരുടെ ഹൃദയത്തിൽ ധർമ്മവും ധൈര്യവും നിറഞ്ഞിരുന്നു. ഇതിനിടയിൽ അയോധ്യയിൽ ശ്രീരാമൻ മഹത്തായ അശ്വമേധയാഗം നടത്താൻ തീരുമാനിച്ചു. രാജ്യത്തിൻ്റെ ക്ഷേമത്തിനും ധർമ്മസ്ഥാപനത്തിനുമായി നടത്തപ്പെടുന്ന ആ മഹായാഗത്തിന് വലിയ ഒരുക്കങ്ങളായിരുന്നു നടന്നത്. യാഗത്തിൻ്റെ പ്രധാന ചിഹ്നമായ അശ്വത്തെ അലങ്കരിച്ചു. ശ്രീരാമന്റെ രാജമുദ്ര പതിപ്പിച്ച ആ കുതിരയെ സ്വതന്ത്രമായി രാജ്യങ്ങളിലൂടെ സഞ്ചരിക്കാൻ വിട്ടു. ആ കുതിരയെ ആരെങ്കിലും തടഞ്ഞാൽ അയോധ്യയുടെ അധികാരത്തെ അവർ വെല്ലുവിളിച്ചതായി കണക്കാക്കപ്പെടും. അങ്ങനെ കുതിരയെ അനുഗമിച്ചുകൊണ്ട് മഹാവീരന്മാരും വലിയൊരു സൈന്യവും പുറപ്പെട്ടു. കാലം കടന്നുപോയി. ഒരു ദിവസം ആ അശ്വം സഞ്ചരിച്ചെത്തിയത് വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിനടുത്തുള്ള വനപ്രദേശത്തായിരുന്നു. അവിടെ ലവനും കുശനും ഉണ്ടായിരുന്നു. അവർ ആ കുതിരയെ കണ്ടു. കുതിരയുടെ ശരീരത്തിൽ പതിച്ചിരുന്ന രാജമുദ്രയും അലങ്കാരങ്ങളും അവർ ശ്രദ്ധിച്ചു. കുശൻ ചോദിച്ചു, സഹോദര, ഈ കുതിര ആരുടേതാണ്? ലവൻ അതിലെ രാജചിഹ്നം വായിച്ചു. ഇത് അയോധ്യയിലെ ശ്രീരാമചന്ദ്രന്റെ അശ്വമേധയാഗത്തിന്റെ കുതിരയാണ്. അവർ പരസ്പരം നോക്കി. അവരുടെ ഉള്ളിൽ ഒരു ചോദ്യം ഉയർന്നു. രാജാവിന്റെ കുതിരയാണെന്ന കാരണത്താൽ മാത്രം അതിനെ ആരും തടയരുതേ. കുശൻ പറഞ്ഞു, ധർമ്മത്തിന് വിരുദ്ധമായ ഒന്നും നാം അംഗീകരിക്കേണ്ടതില്ല. ഈ കുതിരയെ കാക്കാൻ വരുന്നവരോട് നാം ചോദിക്കാം ഇതിൻ്റെ അർത്ഥം എന്താണെന്ന്. അങ്ങനെ അവർ ആ കുതിരയെ പിടിച്ചു. അതൊരു സാധാരണ ബാലന്മാരുടെ പ്രവൃത്തി അല്ലായിരുന്നു. അവരറിയാതെ തന്നെ അയോധ്യയുടെ മഹാസൈന്യത്തെ വെല്ലുവിളിക്കുകയായിരുന്നു. കുതിരയെ അനുഗമിച്ചിരുന്ന സൈനികർ അത്ഭുതപ്പെട്ടു. ഈ ബാലന്മാരാരാണ്? അവർ മുന്നോട്ട് വന്നു. ഇത് അയോധ്യാധിപനായ ശ്രീരാമന്റെ അശ്വമാണ്. ഉടൻ വിട്ടുകൊടുക്കുക. ലവനും കുശനും ശാന്തമായി മറുപടി പറഞ്ഞു, കുതിരയെ വിട്ടുകൊടുക്കണമെങ്കിൽ ആദ്യം നിങ്ങളുടെ രാജാവിൻ്റെ അവകാശം എന്താണെന്ന് ഞങ്ങളോട് വിശദീകരിക്കൂ. സൈനികർക്ക് കോപം വന്നു. അവർ ബാലന്മാരെ ചെറുതായി കണ്ടു. ഇവർ കുട്ടികളല്ലേ, ഇവരോട് യുദ്ധം ചെയ്യേണ്ടതുണ്ടോ എന്നായിരുന്നു അവരുടെ ചിന്ത. പക്ഷേ അടുത്ത നിമിഷം തന്നെ ലവകുശന്മാരുടെ വില്ലിൽ നിന്ന് അമ്പുകൾ പാഞ്ഞു. സൈന്യം പിന്മാറി. വാൽമീകി ആശ്രമത്തിൽ പഠിച്ച ആയുധവിദ്യയുടെ ശക്തി ആദ്യമായി ലോകം കണ്ടു. ഒരാൾ വീണു, മറ്റൊരാൾ പിന്മാറി. പലരും വിസ്മയത്തോടെ നിന്നു. ഇവർ സാധാരണ ബാലന്മാരല്ല. വാർത്ത സൈന്യാധിപന്മാരിലേക്ക് എത്തി. അവസാനം മഹാവീരന്മാർ തന്നെ രംഗത്തിറങ്ങി. യുദ്ധം ശക്തമായി. ലവകുശന്മാരുടെ അമ്പുകൾ ആകാശത്ത് മിന്നൽ പോലെ പാഞ്ഞു. അവർ ഒരുമിച്ച് നിന്നപ്പോൾ അവരെ പരാജയപ്പെടുത്തുക വളരെ ബുദ്ധിമുട്ടായി. അവരുടെ വീര്യം കണ്ടവർ അത്ഭുതപ്പെട്ടു. ഇത്ര ചെറുപ്പത്തിൽ ഇത്രയും യുദ്ധശക്തി എവിടെ നിന്നാണ് ഇവർക്ക് ലഭിച്ചത് എന്നായിരുന്നു എല്ലാവരുടെയും ചോദ്യം. അപ്പോഴാണ് ഈ വാർത്ത അയോധ്യയിലെ മഹാവീരനായ ഹനുമാന്റെ ചെവിയിലെത്തിയത്. ശ്രീരാമന്റെ പ്രിയങ്കരനും സേവകനുമായ ഹനുമാൻ ആ വാർത്ത കേട്ട് അവിടേക്കെത്തി. ഹനുമാൻ ആ ബാലന്മാരെ കണ്ടപ്പോൾ ഒരു നിമിഷം അത്ഭുതപ്പെട്ടു. അവരുടെ മുഖത്ത് എന്തോ പരിചിതമായൊരു തേജസ്. അവരുടെ കണ്ണുകളിൽ രാമന്റെ പ്രതിച്ഛായ പോലെ തോന്നി. എന്നാൽ അവർ ആരാണെന്ന് ഹനുമാനും അറിഞ്ഞിരുന്നില്ല. ഹനുമാൻ സ്നേഹത്തോടെ പറഞ്ഞു, മക്കളെ, നിങ്ങൾ ആരാണ്? എന്തിനാണ് ഈ യാഗാശ്വത്തെ തടഞ്ഞത്? ലവൻ മറുപടി പറഞ്ഞു, ഞങ്ങൾ വാൽമീകി മഹർഷിയുടെ ശിഷ്യന്മാരാണ്. ഈ കുതിരയെ ഞങ്ങൾ തടഞ്ഞത് ധർമ്മത്തെ അറിയാനാണ്. ആരുടെയും ഭീഷണിക്ക് മുന്നിൽ ഞങ്ങൾ വഴങ്ങുകയില്ല. ഹനുമാൻ വീണ്ടും പറഞ്ഞു, നിങ്ങളുടെ ധൈര്യം പ്രശംസനീയമാണ്. എന്നാൽ നിങ്ങൾ അറിയാതെ വലിയൊരു കാര്യത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ കുതിര ശ്രീരാമചന്ദ്രന്റെ അശ്വമേധ യാഗത്തിൻ്റെതാണ്.
കുശൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ശ്രീരാമൻ മഹാരാജാവാണെന്ന് ഞങ്ങൾക്കറിയാം. എന്നാൽ രാജാവിൻ്റെ കുതിരയാണെന്നതുകൊണ്ട് മാത്രം അത് തടയാൻ ആരും പാടില്ലെന്ന് ഏത് ധർമ്മശാസ്ത്രത്തിലാണ് പറയുന്നത്? ഹനുമാൻ അവരുടെ വാക്കുകൾ കേട്ട് അത്ഭുതപ്പെട്ടു. ഈ ബാലന്മാരുടെ ബുദ്ധിയും ധൈര്യവും അസാധാരണമാണ്. അവൻ അവരെ ഭയപ്പെടുത്താൻ ആഗ്രഹിച്ചില്ല. എന്നാൽ രാജകീയ യാഗത്തിന്റെ കുതിരയെ വിട്ടുകൊടുക്കാതെ ഇരിക്കുന്നതും സാധ്യമല്ല. അതിനാൽ ഹനുമാൻ തന്റെ യഥാർത്ഥ ശക്തി പ്രകടിപ്പിക്കാൻ തീരുമാനിച്ചു. അവന്റെ ശരീരം പർവ്വതം പോലെ വലുതായി. കാറ്റുപോലെ വേഗത്തിൽ അവൻ മുന്നോട്ട് ചാടി. വനം മുഴുവൻ നടുങ്ങി. പക്ഷികൾ പറന്നുയർന്നു. മരങ്ങൾ കുലുങ്ങി. ലവകുശന്മാർ ഒരു നിമിഷം പോലും ഭയപ്പെട്ടില്ല. അവർ വില്ലെടുത്തു. ഹനുമാന്റെ ചലനങ്ങളെ നിരീക്ഷിച്ചു. ഒരമ്പ്, രണ്ടമ്പുകൾ, തുടർച്ചയായി അനവധി അമ്പുകൾ. ഹനുമാൻ അവയെല്ലാം തടഞ്ഞു. അവൻ ചിരിച്ചു. നിങ്ങളുടെ വീര്യം അത്ഭുതകരമാണ്. പക്ഷേ ലവകുശന്മാർ പിന്നോട്ടില്ല. കുശൻ പറഞ്ഞു, വീരനായാലും ഭക്തനായാലും യുദ്ധഭൂമിയിൽ ധർമ്മത്തിന്റെ പരീക്ഷണം എല്ലാവർക്കും ഒരുപോലെയാണ്. അവർ വീണ്ടും അമ്പുകൾ തൊടുത്തു. ഹനുമാൻ വേഗത്തിൽ മുന്നേറി. അപ്പോൾ ലവൻ ഒരു പ്രത്യേക അസ്ത്രം പ്രയോഗിച്ചു. ഹനുമാന്റെ ചലനം ഒരു നിമിഷം മന്ദമായി. കുശൻ മറ്റൊരു അസ്ത്രം പ്രയോഗിച്ചു. ഹനുമാൻ അതിശയിച്ചു. ഇവർക്ക് ഈ ദിവ്യാസ്ത്ര വിദ്യ എവിടെ നിന്നാണ് ലഭിച്ചത്? അവസാനം ഹനുമാനെ അവർ ബന്ധിച്ചു. മഹാബലനായ ഹനുമാന് പോലും ആ ബാലന്മാരുടെ അസ്ത്രശക്തിക്ക് മുന്നിൽ ഒരു നിമിഷം കീഴടങ്ങേണ്ടി വന്നു. എന്നാൽ ഹനുമാന്റെ ഹൃദയത്തിൽ കോപമുണ്ടായില്ല. അവന്റെ മനസ്സിൽ ഒരു വിചിത്രമായ സ്നേഹം ഉയർന്നു. ഈ ബാലന്മാരെ കണ്ടപ്പോൾ എൻ്റെ ഹൃദയം എന്തുകൊണ്ടാണ് ഇത്ര സന്തോഷിക്കുന്നത്? അവൻ അതിൻ്റെ കാരണമറിയില്ലായിരുന്നു. ലവകുശന്മാരും ഹനുമാനെ അപമാനിച്ചില്ല. അവർ ആദരവോടെ പറഞ്ഞു, വീരനായ മഹാനുഭാവ, ഞങ്ങൾ നിങ്ങളെ ശത്രുവായി കാണുന്നില്ല. എന്നാൽ ഈ ആകാശത്തെ സംരക്ഷിക്കാൻ വന്നതുകൊണ്ട് ഞങ്ങളുടെ ധർമ്മം പാലിക്കേണ്ടതുണ്ട്. ഹനുമാൻ അവരെ നോക്കി. അവരുടെ വാക്കുകളിൽ ധർമ്മബോധം, മുഖത്ത് ബാല്യത്തിൻ്റെ നിഷ്കളങ്കത, വീര്യത്തിൽ അസാധാരണമായ ശക്തി. ഇതെല്ലാം കണ്ടപ്പോൾ ഹനുമാന്റെ മനസ്സിൽ ദിവ്യമായ ഒരു സംശയം ഉണർന്നു. ഇവരാരാണ്? അപ്പോഴേക്കും യുദ്ധത്തിന്റെ വാർത്ത കൂടുതൽ ദൂരത്തേക്ക് പടർന്നു. രാമന്റെ സൈന്യത്തിൽ വലിയ ആശങ്കയുണ്ടായി. ഹനുമാനെ പോലും തടഞ്ഞിരിക്കുന്ന 2 ബാലന്മാർ എന്ന വാർത്ത കേട്ട് എല്ലാവരും വിസ്മയിച്ചു. അയോധ്യയിൽ വാർത്ത എത്തി. ശ്രീരാമൻ ഈ വാർത്ത കേട്ടപ്പോൾ അദ്ദേഹം ആഴത്തിൽ ചിന്തിച്ചു. ഈ ബാലന്മാരാരാണ്? അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഒരു അജ്ഞാത വികാരമുണർന്നു. അവരുടെ വീര്യത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ രാമന്റെ മനസ്സിൽ എന്തോ പരിചിതമായൊരു അനുഭവം. അവരെക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന് അദ്ദേഹത്തിന് തോന്നി. എന്നാൽ വാൽമീകി മഹർഷിക്ക് സത്യം അറിയാമായിരുന്നു. ലവകുശന്മാർ ആരാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ആരുടെ മക്കളാണെന്നും അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അവരുടെ ജനനത്തിന്റെ രഹസ്യം അദ്ദേഹം ഹൃദയത്തിൽ സൂക്ഷിച്ചു. കാലം ഇപ്പോൾ ആ രഹസ്യം വെളിപ്പെടുത്താനുള്ള വഴിയിലേക്ക് നീങ്ങുകയായിരുന്നു. അശ്വമേധയാഗത്തിന്റെ കുതിരയെ ചുറ്റിപ്പറ്റിയുള്ള ഈ ചെറിയ സംഭവം ഇനി ഒരു മഹായുദ്ധമായി മാറാനിരിക്കുകയായിരുന്നു. ഒരു വശത്ത് അയോധ്യയുടെ മഹാവീരന്മാർ, മറുവശത്ത് വാൽമീകി ആശ്രമത്തിലെ 2 ബാലവീരന്മാർ. അവർക്കിടയിൽ അറിയാതെ തന്നെ ഒരു ബന്ധമുണ്ടായിരുന്നു. അത് രക്തബന്ധം. അത് രാമന്റെ രക്തം. ലവനും കുശനും ഇപ്പോഴും അറിയുന്നില്ല തങ്ങൾ തടഞ്ഞു വെച്ചിരിക്കുന്ന ഈ കുതിര സ്വന്തം പിതാവായ ശ്രീരാമന്റെ യാഗാശ്വമാണെന്ന്. ഹനുമാനും ഇപ്പോഴും അറിയുന്നില്ല തൻ്റെ മുന്നിൽ നിൽക്കുന്ന ഈ 2 ബാലന്മാർ താൻ ജീവനേക്കാൾ സ്നേഹിക്കുന്ന ശ്രീരാമന്റെ പുത്രന്മാരാണെന്ന്. എന്നാൽ സത്യം അധിക നാൾ മറഞ്ഞു നിൽക്കില്ല. അടുത്ത നിമിഷങ്ങളിൽ യുദ്ധം കൂടുതൽ ശക്തമാകും. രാമന്റെ സഹോദരന്മാരും മഹാവീരന്മാരും രംഗത്തെത്തും. ലവകുശന്മാരുടെ യഥാർത്ഥ വീര്യം ലോകം കാണും. ഒടുവിൽ ഈ മഹാസംഘർഷം തന്നെ രാമനും തൻ്റെ പുത്രന്മാരും തമ്മിലുള്ള അത്ഭുതകരമായ സംഗമത്തിലേക്ക് നയിക്കും. ഇങ്ങനെ സീതയുടെ കണ്ണീരിൽ വളർന്ന 2 ബാലന്മാർ അറിയാതെ തന്നെ അയോധ്യയുടെ രാജസൈന്യത്തെ നേരിടുകയാണ്. ഒരു വശത്ത് രാമന്റെ സൈന്യം, മറുവശത്ത് രാമന്റെ സ്വന്തം പുത്രന്മാർ. വിധിയുടെ അത്ഭുതകരമായ കളി അവിടെ ആരംഭിച്ചു.
അടുത്ത ഭാഗത്തില്, അടുത്ത അധ്യായത്തില് ലവകുശന്മാരുടെ മഹായുദ്ധം, രാമസൈന്യത്തെ നേരിടുന്ന ബലവീരന്മാരുടെ കഥ കേൾക്കാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീരാമചന്ദ്രസ്വാമി കി ജയ്.